ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ഛാമത്തം ധർമ്മസുമൂഢചേതക യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഇന്നലെ നമ്മൾ 5, 6, 7 ശ്ലോകങ്ങളാണ് ചിന്തിച്ചത്. ആ ശ്ലോകങ്ങൾ ഒന്നുകൂടി പാരായണം ചെയ്ത് 6ഉം 7ഉം ശ്ലോകങ്ങൾ ഒന്നുകൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അത് ഇനി പറയുന്ന ആത്മവിദ്യാപരമായ കാര്യമായതുകൊണ്ട് അത് ഗഹനമാണ്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ, ചിന്തിച്ചാൽ തന്നെ നമുക്കൊന്നും മനസ്സിലാകില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ആ 3 ശ്ലോകങ്ങൾ ആത്മമന്ത്രസ്യ ഹംസസ്യ പരസ്പരം സമുന്നയാൽ യോഗേന ഗതകാമാനാം ഭാവന ബ്രഹ്മചക്ഷസി. ഇവിടെ ബ്രഹ്മചക്ഷസ് എന്താണെന്ന് നമുക്ക് തന്നെ ബോധ്യം വരും. അതനുസരിച്ചുകൊണ്ടായിരിക്കും പിന്നെ ശരീരത്തിൻ്റെ പോലും ഗതി. അതാണ് ശരീരനാമജസ്യാന്തം ഹംസത്വം പാരദർശനം. ഹംസോഹംസോ അക്ഷരം ചൈവ കൂടസ്ഥം ഏതദക്ഷരം തദ്വിദ്വാൻ അക്ഷരം പ്രാപ്യ ജിഹ്വാൽ മരണജന്മനി കാക്കി മുഖ കാരാന്ത മുഖ കകാരാന്ത ഉകാരശ്ച ചേതനാതൃതി അകാരസ്യ ച ലുപ്തസ്യ കോ അർത്ഥസം പ്രതിപദ്യതേ. ഇവിടെ ആ പ്രണവമന്ത്രത്തിൻ്റെ യഥാർത്ഥ ഫലം എന്താണെന്നും ആദ്യ ശബ്ദം അല്ലെ ബ്രഹ്മനാദം കേട്ടതെങ്ങനെയാണെന്നും ഇത് നിരന്തരം ഓരോ ശരീരത്തിലും ഹംസനാദമായിട്ട്, അതായത് സോഹം എന്ന പ്രക്രിയയിലൂടെയാണ് നമ്മുടെ ശ്വസന പ്രക്രിയ തന്നെ നടക്കുന്നത്. അതിൽ ശ്രദ്ധ വയ്ക്കുക. അപ്പോൾ ആ ശ്വാസഗതിയെ നമ്മൾ എപ്രകാരം ശ്രദ്ധ വയ്ക്കുന്നോ അത് പ്രണവത്തെ നമ്മൾ തന്നെ അറിയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ആ ശംഖനാദം കേൾക്കുവാൻ സാധിക്കുന്ന പറയണത് അതാണ്. നാദബ്രഹ്മത്തെ ധ്വനി നമുക്ക് കേൾക്കാൻ സാധിക്കും. നമ്മൾ 2 ചെവിയും അടച്ചു വെച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ആദ്യം നമുക്ക് കേൾക്കുന്ന ചീവീടിൻ്റെ ശബ്ദമായിരിക്കും. അപ്പം അതുകൊണ്ട് ആ ഹംസമന്ത്രത്തിൻ്റെ ലക്ഷണം തന്നെ അതാണ്. സാധാരണഗതിയിൽ നമ്മുടെ ചെവി 2ഉം അടച്ചു വെച്ചാൽ ഉള്ളിൽ നിന്ന് ഒരു ചീവീടിൻ്റെ ശബ്ദം ആണ് ആദ്യം നമുക്ക് കേൾക്കാൻ സാധിക്കുക. അത് കുറച്ച് നേരം നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ, നമ്മളൊരു കാട്ടിൽ പോയിട്ടിരുന്നു കഴിഞ്ഞാൽ ഈ ചീവീടിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. ചെവി തുറന്നിരുന്നാലും ഇത് ചെവി അടച്ചു പിടിച്ചാലും ഈ ശബ്ദം കേൾക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഹംസമന്ത്രത്തിൻ്റെ മൂലമന്ത്രം, മൂലാക്ഷരമായിരിക്കുന്ന ആത്മമന്ത്രം, അതാണ് പ്രണവമന്ത്രം. അതിൽ അകാരം, ഉകാരം, മകാരം, ഇത് തന്നെ 3 മാത്ര എന്ന് പറയും. ഇത് 4ാമത്തെ മാത്ര തുര്യ അവസ്ഥയാണ്. അതായത് ഒരു ശബ്ദം മണിനാദം കേട്ടാൽ അത് പോയിട്ട് പ്രകൃതിയിലേക്ക് ലയിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു മൗനമുണ്ട്. ഇതേപോലെ നമ്മൾ പ്രണവമന്ത്രം ജപിച്ചാലും 4 മാത്രയിൽ 108 പ്രണവം ജപിക്കണം. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിലുള്ള പ്രാണശക്തി സഹസ്രാരണ്ടെങ്കിലും മുകളിലുള്ള ഈശ്വര പ്രപഞ്ച പ്രാണനുമായിട്ട് ഒന്നായിത്തീരുക എന്ന് പറയും. അപ്പം 2ആയിരിക്കുന്ന ജീവാത്മാവും പരമാത്മാവുമായിട്ട് വർത്തിക്കുന്ന, അത് ഈ ജീവപ്രാണനും പ്രപഞ്ചപ്രാണനും തമ്മിലൊരു ബന്ധം കേവലം 2 അങ്കുലത്തിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഉപാസിച്ചാൽ ഇത് തമ്മിലൊരു ബന്ധം സ്ഥാപിക്കും. അവിടെയാണ് ശരിക്കും ഈശ്വര സാക്ഷാത്കാരം സാധ്യമാകാന്നർത്ഥം. അത് 4ാമത്തെ മാത്രയിലാണ് ആ ബന്ധം സ്ഥാപിക്കുക. അതുകൊണ്ട് പ്രണവമന്ത്രം സാധാരണഗതിയിൽ ജപിക്കുമ്പോൾ ഒരു ശ്വാസം എടുത്തിട്ട് ഓം എന്ന് ഉച്ചരിക്കുമ്പം അതിൽ പകുതി ശ്വാസം വായിലൂടെ തന്നെ പുറത്തേക്ക് പോകണം. അത് കഴിഞ്ഞാൽ വായ അടയ്ക്കണം. എന്നിട്ട് എന്നുള്ള ശബ്ദം വരുമ്പോഴത്തേനാണ് അതിൻ്റെ വൈബ്രേഷൻ നമ്മുടെ ബ്രെയിനിലേക്ക് കയറുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. അതിനെ കുറച്ചുകൂടെ സാധൂകരിക്കാനാണ് നമ്മുടെ നാക്കിൻ്റെ തുമ്പ് മോണയിൽ മുട്ടിച്ചുകൊണ്ട് ജപിക്കണം. ഇതാണ് 3ാമത്തെ മാത്ര. ആദ്യത്തെ മാത്ര ഓം എന്ന് ഉച്ചരിക്കുക. അത് പകുതി ശ്വാസം വായിക്കൂടെ തന്നെ വിടുക. അത് കഴിഞ്ഞ് വായ അടയ്ക്കുക. എന്നിട്ട് എന്നുള്ള ശബ്ദത്തിൽ മുകളിലേക്ക് ശ്വാസം എടുക്കുക. അതിൻ്റെ വൈബ്രേഷൻ ബ്രെയിനിലേക്ക് ഓരോ സെല്ലിനെയും ഉണർത്തുന്നത് നമുക്ക് ഒരു 21 പ്രണവമൊക്കെ ജപിച്ചാൽ അതിൻ്റെ വൈബ്രേഷൻ ശരിക്കും നമുക്ക് ബ്രെയിനിൽ അറിയാൻ സാധിക്കും. ഇത് മാത്രമല്ല, സഹസ്രാരപത്മം അവിടെ സ്പന്ദിക്കാൻ തുടങ്ങും.
അത് 108 പ്രണവമായാലോ. അപ്പോൾ അതിൻ്റെ ശക്തി വർദ്ധിക്കുന്ന അർത്ഥം. അപ്പോൾ 108 പ്രണവം ജപിക്കുന്നത് ഈ 4 മാത്രയിലാണെങ്കിൽ 108 തികയുമ്പോഴത്തേനും ദിവസവും പ്രാക്ടീസ് ചെയ്യാം. വല്ലപ്പോഴും ഒരിക്കൽ ചെയ്താൽ ഉണ്ടാവില്ല ഇഫക്റ്റ്. ഒരു 41 ദിവസമെങ്കിലും മുടങ്ങാതെ ചെയ്താൽ നമ്മുടെ സഹസ്രാര പത്മം സ്പന്ദിക്കാൻ തുടങ്ങും. അത് പിന്നെ സഹസ്രനാമം ജപിച്ചാലും ഈ എഫക്റ്റ് കിട്ടാൻ തുടങ്ങും. ഇത് നിങ്ങൾ 41 ദിവസം ചെയ്ത് ശീലിച്ച് ഈ ശക്തി ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സഹസ്രനാമം ജപിച്ചു കഴിയോ, അല്ലെ സംസ്കൃത പദങ്ങളുള്ള മന്ത്രം നാരായണീയം ജപിക്കുകയോ ഇല്ലെങ്കിൽ ഒരധ്യായം ഗീത വായിക്കുകയോ ഭാഗവത ഒരധ്യായം വായിക്കുകയോ ചെയ്യുമ്പോഴത്തേനും അത് തന്നെ സ്പന്ദിക്കാൻ തുടങ്ങും സഹസ്രാര പത്മത്തിൽ. നമുക്കറിയാൻ ചെയ്യുക, അനുഭവിച്ചറിയാൻ സാധിക്കും. ഇതാണ് പ്രണവമന്ത്രത്തിൻ്റെ 4ാമത്തെ മാത്രയിലാണ് തുര്യാവസ്ഥ എന്ന് പറയും. അതായത് നമുക്ക് മനസ്സിലാക്കാനും അത് മറ്റൊരാൾക്ക് വ്യക്തമാക്കി കൊടുക്കാനും ബുദ്ധിമുട്ടാണ്, സ്വയം അനുഭവിച്ചറിയാനേ സാധിക്കൂ. ഇതാണ് ശരിക്കും ഈശ്വരശക്തി നമ്മൾ സാക്ഷാത്കരിക്കുക എന്ന് പറയാം. അപ്പോൾ അത് കുറേ നാൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അഭ്യാസം ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രപഞ്ചപ്രാണനും 2 അങ്കുലമായിട്ട് ഈശ്വരശക്തി വ്യത്യാസം നിൽക്കുന്നത് ജീവാത്മാ പരമാത്മ ഐക്യം. ഇത് തന്നെയാണ് ശിവശക്തി ഐക്യരൂപിണ എന്ന സഹസ്രനാമത്തിൽ പറയുന്നത്. രണ്ടായിരിക്കുന്ന ഇല്ലെ 2 ഭാവത്ത് നിൽക്കുന്ന ഒന്നാകുന്ന അവസ്ഥ, ഇതാണ് അദ്വൈതാനുഭൂതി എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഈ പ്രധാനമായിട്ടും ഈ അഭ്യാസി, അതായത് ഈ യോഗം പരിശീലിക്കുന്ന പ്രധാനമായിട്ടും പ്രാണായാമവും ധ്യാനവുമാണ്. ആ സമയത്ത് മറ്റൊരു വിചാരവും ഇല്ലാതെ ഈശ്വര ചിന്തയിൽ ബ്രഹ്മധ്യാനത്തിൽ അല്ലെങ്കിൽ ആ പ്രണവമന്ത്രത്തെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ബ്രഹ്മവാചകമായിരിക്കുന്ന ആ പ്രണവത്തെ മാത്രം ധ്യാനിക്കുകയും അത് പ്രാണായാമം ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിൽ ധ്യാനത്തിന് 3 തലങ്ങളുണ്ട്: ധ്യാനവും ധാരണയും സമാധിയും. ഇതാണ് യഥാർത്ഥ സിദ്ധിയിലേക്ക് നമ്മളെ പദത്തിലേക്ക് എത്തിക്കുക. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അഷ്ടാംഗയോഗത്തിൽ 6 പടികൾ കടന്നാൽ മാത്രമേ ഈ ധ്യാനവും സമാധിയും സാധ്യമാകൂ. ധാരണ എന്ന് പറഞ്ഞാൽ തന്നെ വ്യൂ പോയിന്റ് തിരിക്കുക. നമ്മുടെ ശരീരത്തിൽ തന്നെ ഭ്രൂമത്തിൽ ആജ്ഞാചക്രത്തിലാണ് ധാരണ ചെയ്യേണ്ടത്. അതാണ് വ്യൂ പോയിന്റ്. മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്താനുള്ള ഒരു പോയിന്റ് ശരീരത്തിലെ ഭ്രൂമധ്യം തന്നെയാണ്. അവിടെ ധാരണയുണ്ടാക്കണം, എന്നിട്ട് ധ്യാനിക്കണം. അത് സമാധിയിലേക്ക്, സമാവസ്ഥയിലേക്ക് നമ്മളെ നയിക്കും. ആത്മജ്യോതിഷനെ ശരീരം മുഴുവൻ വ്യാപിച്ച് ദേഹമാകമാനം ഒരു ജ്യോതിർലിംഗമായി കാണുന്നത് ആണ് ധ്യാനം. അതായത് ഭ്രൂമധ്യത്തിൽ മാത്രം ജീവന്റെ ശക്തിയെ പ്രകാശിക്കുന്നത് നമ്മൾ ധാരണ ചെയ്ത് അത് പ്രകാശസ്വരൂപമായി കഴിഞ്ഞാൽ ആ പ്രകാശം മുഴുവൻ നമ്മുടെ ശരീരം, ഒരു ദിവ്യ തേജസ് ശരീരത്തെ മുഴുവൻ പ്രകാശിക്കുന്നത് കാണാൻ സാധിക്കണം. അതാണ്, അങ്ങനെ ആ ചിന്തയെ ഉറപ്പിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. അത് സമാധിയിലേക്ക് നയിച്ചുകൊള്ളും. അപ്പോൾ അത് ശക്തമാക്കി തീർക്കുന്നതാണ്. ശരീരം മുഴുവൻ ആ ആത്മപ്രകാശം വ്യാപിക്കുന്നത് ശക്തമാക്കി തീർക്കുന്നതാണ് ധ്യാനം. അപ്പോഴാണ് നമ്മളെ ദേഹബോധത്തെ വിട്ടിട്ട് ദേഹിബോധത്തിലേക്ക് എത്തുക എന്ന് പറയും. അതാണ് മൂലാധാരവും സ്വാധിഷ്ഠാനവും തമോമയ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആധാരങ്ങളായതിനാൽ യോഗികൾ അവിടങ്ങളിൽ ധ്യാനിക്കാറില്ല. അതായത് മണിപ്പൂരകം തൊട്ട് താഴേക്കുള്ളത് അധോമണ്ഡലമാണ്, അതായത് തമോ മണ്ഡലമാണ്, തമോമയ മണ്ഡലമാണ്. അതുകൊണ്ടാണ് പ്രാണൻ സാധാരണഗതിയിൽ ഡെത്ത് സംഭവിക്കുമ്പോഴും ഈ അധോമുഖത്തോടെയാണ് പോകുന്നതെങ്കിൽ പുനർജന്മം ഉറപ്പാന്നുള്ളത് യാതൊരു സംശയമില്ല. ഊർധ്വമൂലത്തെ എന്ന് പറഞ്ഞാൽ മണിപ്പൂരകത്തിന് മുകളിൽ ഹൃദയകമലം വിശുദ്ധി, അതായത് ചെവിയിലൂടെയോ ഇല്ലെങ്കിൽ കണ്ണിലൂടെയോ മൂക്കിലൂടെയോ വായിലൂടെയോ ഒക്കെ പ്രാണം പോയാൽ അത് ഊർധ്വഗതിയാണെന്ന് പറയാം. പക്ഷേ യഥാർത്ഥ ഊർധ്വഗതി എന്ന് പറയുന്നത് സഹസ്രാര പത്മം വഴി പ്രാണം പോകണം. അപ്പോഴാണ് നമുക്ക് ഈശ്വരിലേക്ക് എത്താനും സാധിക്കുള്ളൂ. അതുകൊണ്ട് ശരീരം മുഴുവൻ ഈ പ്രാണന്റെ വ്യാപനത്തെ ആത്മപ്രകാശത്താൽ ശക്തമാക്കി തീർക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനം എന്ന് പറയുന്നത് മറ്റൊരവസ്ഥയൊന്നുമല്ല. അത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപ്പൂരകം ഇവിടെ വരെയുള്ളത്, അതായത് അപാനവായുവാൽ താഴേക്കുള്ള തമോമയ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ആധാരങ്ങളായതിനാൽ യോഗികൾ ഒരിക്കലും അവിടെ ധ്യാനിക്കാറില്ല. നിഷ്കുളോപാസകന്മാർ ഭ്രൂമധ്യത്തിൽ തന്നെയാണ് സഹസ്രാരത്തിലേക്കാണ് ധ്യാനിക്കുന്നത്. ഗീതയിലും ഭഗവാൻ ആജ്ഞാചക്രത്തിനാണ്. നമുക്ക് ഹൃദയകമലം എടുക്കാം. യോഗികൾ സാധാരണ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്, ചിലർക്ക് ഹൃദയത്തിൽ ഈശ്വരനെ കാണുന്നത് തൃപ്തിയെങ്കിൽ ഹൃദയത്തിൽ കാണാം.
മധ്യസ്ഥമായിട്ട് കാണാം, ഇല്ലെങ്കിൽ തൊണ്ടകുഴി വിശുദ്ധി ചക്രത്തിൽ കാണാം. ഭഗവാൻ പറയുന്നത് യഥാർത്ഥത്തിൽ 50% ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നത് ആജ്ഞാചക്രത്തിലാണ്. അതുകൊണ്ട് ഗീത റെക്കമെൻഡ് ചെയ്യുന്നതും ഇപ്പം ഈ ഉത്തരഗീതയിൽ ഭഗവാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഭ്രൂമധ്യത്തിൽ നിന്നും സഹസ്രാര പദ്മത്തിലേക്ക് നിഷ്കളോപാസകൻ ഭ്രൂമധ്യത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്കാണ് ധ്യാനിക്കേണ്ടത് എന്നിവിടെ എടുത്തു പറയുന്നു. അത് നമുക്ക് സ്പന്ദിക്കാൻ തുടങ്ങിയാൽ കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. ആത്മജ്യോതിസിനെ അഥവാ ശക്തിയെ ഒരു കേന്ദ്രത്തിൽ മാത്രം, അതായത് സഹസ്രാര ബിന്ദുവിൽ ധരിച്ചുകൊണ്ട് അവിടെ ധാരണ ഉണ്ടാക്കിക്കൊണ്ട് അതാ കണ്ടുകൊണ്ട് അതിനെ തന്നെ ധ്യാനിക്കുന്നതാണ് യഥാർത്ഥ ധാരണ എന്ന് പറയുന്നത്. അപ്പോൾ അവൻ ആ ഒരു ബിന്ദുവിനെ അല്ലാതെ മറ്റൊന്നിനെയും കാണുകയോ അറിയുകയോ ചെയ്യുന്നതല്ല. ഇത് ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ തലമായിരിക്കുന്ന ധാരണയാകുന്നു. ഉപാസകൻ ധാരണയിൽ അവഗാഢമായ ആ ബിന്ദുവിൽ തന്നെ, അതായത് വ്യൂ പോയിന്റിൽ ലയിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ അപ്പോൾ ബിന്ദുവിനെ കാണുവാൻ അവൻ ഇല്ലെന്ന അവസ്ഥയിലാവും. ഞാനെന്ന ബോധവും എൻ്റെ എന്നുള്ള ബോധവും എൻ്റെ ശരീരം എന്നുള്ള ബോധമൊക്കെ വിട്ടിട്ട് ആത്മബോധത്തിൽ ഉറച്ചു നിൽക്കും. ഒന്നും അറിയാത്തതും എന്നാൽ എല്ലാം പൂർണ്ണമായി അറിയുന്നതുമായ അവസ്ഥയിൽ എത്തുകയും ചെയ്യും. ഇത് ധ്യാനത്തിൻ്റെ പരമകാഷ്ഠയിലെത്തിയ സമാധി അവസ്ഥയാകുന്നു. ഈ സമാധിയിലൂടെ അവൻ തുര്യവും തുര്യാതീതവുമായ അവസ്ഥകളെ പ്രാപിച്ച് പൂർണ്ണതയെ അറിയുന്നു. ഇത് ഡയറക്റ്റ് ഹംസയോഗം ധ്യാനത്തിൻ്റെ അവസ്ഥയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നമുക്ക് പ്രാക്ടിക്കൽ തലത്തിൽ പ്രായോഗിക തലത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു. നമ്മൾ 5 തലത്തിൽ ഒരു പ്രാക്ടീസ് ഉണ്ടാക്കി പ്രാണായാമം ശീലിക്കുന്നതിന് പകരം ഏതെങ്കിലും മന്ത്രം ജപിക്കുക, അതിലൂടെ സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ മന്ത്രം ജപിക്കുന്നതിലൂടെ പ്രാണായാമം, നാഡീശുദ്ധി പ്രാണായാമം തന്നെ നടക്കുക. ഇത് കുറച്ച് നേരം ജപിച്ച് അത് അവസാനത്തിൽ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ചിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യാനിരിക്കുന്നത് തന്നെ. അപ്പോൾ അത്രയും സമയമെങ്കിലും ഇന്ദ്രിയങ്ങളെയും മറ്റ് വ്യാപാരങ്ങളെയും ഒക്കെ നിർത്തിക്കൊണ്ട് കൃത്യമായിട്ട് യുക്താഹാര വികാരസയുക്ത രസസ്സു കർമ്മസു എന്നൊക്കെ ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. വിശപ്പുണ്ടെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കരുത്. ധ്യാനിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മിതമായ ആഹാരം കഴിക്കണം. ഒന്നും കഴിക്കാതെ ഇരിക്കരുത്, എന്നാൽ അമിതമായിട്ട് കഴിക്കുകയും പാടില്ല. ഉറങ്ങാതിരിക്കരുത്, എന്നാൽ അമിതമായിട്ട് ഉറങ്ങാനും പാടില്ല. എല്ലാ കാര്യത്തിലും യുക്തിസഹജമായിട്ട് അതായത് ആഹാരവിഹാരാദികൾ നമ്മൾ മിതമായിട്ട് വേണ്ട വിധത്തിൽ ചെയ്തുകൊണ്ടായിരിക്കണം ഇതൊക്കെ ഇരിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യും, ശരീരം തന്നെ ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ടാണ് അത് ചെയ്തത്. ഉറക്കം പൂർത്തിയാകാതെ ധ്യാനിക്കാനിരിക്കുന്നയാൾ ഉറങ്ങിപ്പോവും. ഇനി വിശപ്പോ ഇല്ല, വിശന്നുകൊണ്ട് വയറ് വിശന്നുകൊണ്ട് ഇരുന്നാൽ ധ്യാനമൊന്നും നടക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഉറങ്ങാതിരുന്നാൽ ഉറക്കം വരും. അമിതമായിട്ട് പണിയെടുത്തിട്ടിരുന്നാൽ അതിൻ്റെ ക്ഷീണം കൊണ്ടും നമ്മൾ ധ്യാനിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ആഹാരം അമിതമായിട്ട് കഴിച്ചാലും ധ്യാനമൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ കൃത്യമായിട്ട് യുക്താഹാര വിഹാരസ്യ യുക്ത രജസ്സു കർമ്മസു എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ആ പ്രാണായാമം ചെയ്തതിന് ശേഷം, പ്രാണായാമം എന്ന് ഉദ്ദേശിക്കുന്ന യോഗാസ്ഥിതിയൊക്കെ പഠിച്ചിട്ടുള്ളവർ ശരിക്കും ശുദ്ധി എന്താ പറയുക, ശുദ്ധീകരണ ശ്വാസകോശത്തെ ശുദ്ധീകരണം പ്രാണായാമ ക്രിയയും ശ്വസനക്രിയയൊക്കെ ചെയ്തുകൊണ്ട് നാഡീശുദ്ധി പ്രാണായാമം ചെയ്തിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രം സഹസ്രനാമമോ, ഇല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമോ, ലളിത സഹസ്രനാമോ, അല്ലെങ്കിൽ ഗീതയോ ഒരു അധ്യായമോ, ഇല്ലെങ്കിൽ നാരായണീയം ഒരു ദശകമോ ഒക്കെ വായിച്ചിട്ട് കുറച്ച് നേരം അനങ്ങാതെ നമ്മുടെ ശ്വാസഗതിയെ ചിന്മുദ്രയിലിരുന്നുകൊണ്ട് കണ്ണുകളെ അടച്ച് ശ്വാസഗതിയെ മാത്രം ശ്രദ്ധിക്കുക. അതിൽ യാതൊരു ഫോഴ്സും കൊടുക്കണ്ട. സാധാരണ നമ്മുടെ ശ്വാസം വന്നു പോകലിനെ സാക്ഷിഭാവത്തിൽ വീക്ഷിക്കുക, മൗനമായിരുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ വരെ നമ്മുടെ സ്പന്ദനങ്ങൾ, ബ്ലഡ് സർക്കുലേഷൻ, ഓരോ വിരലിൻ്റെ അറ്റത്ത് വരെ ബ്ലഡിൻ്റെ സർക്കുലേഷനൊക്കെ ഈ ധ്യാനം ശീലിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ സ്പന്ദനം വരെ തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ശരീരത്തിൽ നമ്മുടെ ആ ആത്മബോധം കൊണ്ട് തന്നെ നമ്മൾ കേവലം ശരീരത്തെ സാക്ഷിഭാവത്തിൽ ഇരുന്നു കൊണ്ട് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ, അതായത് ശ്വാസഗതിയെയും മറ്റു പ്രവർത്തനങ്ങളെയും ഒക്കെ നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും. അതിൽ ധാരണയുണ്ടാക്കുക. എന്നിട്ട് കുറച്ച് നേരം സ്വസ്ഥമായി പ്രകാരം ഇരുന്നതിന് ശേഷം പിന്നെ കണ്ണു തുറന്നിട്ട് ഏതെങ്കിലും ഒരു ഉപാധി സ്വീകരിക്കുക. ഒന്നുകിൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം, ഇഷ്ടമുള്ള ദേവതയുടെ വിഗ്രഹം വയ്ക്കാം. ഇല്ലെങ്കിൽ ഒരു നാളം മാത്രം കത്തി നിൽക്കുന്ന വിളക്ക് ഉപയോഗിക്കാം. ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുകയോ, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒറ്റ നാളം കത്തുന്ന വിളക്കൊക്കെ ഉണ്ട്.
അത് വച്ചിട്ട് അതിലെ നാളം മാത്രം 30 സെക്കൻഡ് കാണുക. ഇല്ലെങ്കിൽ വിഗ്രഹമാണ് വച്ചിരിക്കുന്നതെങ്കിൽ ആ വിഗ്രഹം 30 സെക്കൻഡ് കണ്ണ് തുറന്ന് കാണുക. എന്നിട്ട് കണ്ണടച്ചിട്ട് ഭ്രൂമധ്യത്തിൽ പൊട്ടു തൊടുന്ന ഭാഗത്ത് കണ്ണടച്ചിരുന്നാലും അത് കാണാൻ ശ്രമിക്കുക. ഇവിടെയാണ് വ്യൂ പോയിൻ്റ് ധാരണ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ആദ്യമൊക്കെ ഫ്ലാഷ് അടിച്ചു പോവും, മിന്നി മറിയുന്ന പോലെയൊക്കെ തോന്നും, പിന്നെ അത് എത്ര ശ്രമിച്ചാലും കിട്ടാത്തൊരവസ്ഥ. അതുകൊണ്ടൊന്നും വിഷമിക്കാനൊന്നും പോകരുത്. ഇത് പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പം അത് പ്രകാശ സ്വരൂപമായിട്ട് നമ്മൾ വിഗ്രഹത്തിൽ മാല ചാർത്തിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ ആടയാഭരണങ്ങൾ ഫോട്ടോയിലോ വിഗ്രഹത്തിലോ കാണുന്ന അതേ രൂപത്തിൽ പ്രകാശ സ്വരൂപമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കുറച്ചുകൂടെ ധ്യാനത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ ആ പ്രകാശ സ്വരൂപം നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് ഈ ധ്യാനത്തിൻ്റെ പരമകാഷ്ഠ എന്ന് പറയുന്നത്. ഈ ധ്യാനം കുറച്ചുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ 10-15 മിനിറ്റ് ഞാൻ പറഞ്ഞു ഭഗവാന്റെ ലീലകളെപ്പറ്റി 90 അധ്യായത്തിൽ പറയുന്ന ഏതെങ്കിലും കഥാഭാഗം എടുത്തിട്ട് ആ ഭഗവാന്റെ ചരിതം മാത്രം ഏതെങ്കിലും ഒരു കഥാഭാഗം അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഇപ്പോൾ പൂതനാമോക്ഷം എടുത്തു കഴിഞ്ഞാൽ ആ പൂതന വേഷം കെട്ടി വരുന്നതും കാണുന്നതും പിന്നെ അവസാനം ഭഗവാനിലേക്ക് തന്നെ പൂതനയുടെ ചൈതന്യം ലയിക്കുന്നതുമൊക്കെ നമ്മൾ ധ്യാനത്തിൽ കാണണം. അത് നമുക്ക് സങ്കല്പം അതിൽ ഉറച്ചു നിൽക്കണം. ഇത് കഴിയുമ്പോൾ എത്ര അസുരീഭാവത്തിലുള്ളതാണെങ്കിൽ പോലും ആ ജീവചൈതന്യം ഭഗവാനിലേക്ക് പോയി ചേരുന്നതാണ് യഥാർത്ഥ ഈശ്വര സാക്ഷാത്കാരം. നമ്മൾ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ഏത് ന്യായാന്യായങ്ങളോ ധർമാധർമ്മങ്ങളോ ചെയ്താൽ അവസാന കാലത്ത് ഭഗവാനെ ന്യായമായിട്ടോ അന്യായമായിട്ടോ ശരണം പ്രാപിക്കാൻ ഇടവന്നാൽ അവർക്ക് മോക്ഷം കിട്ടുന്ന ഭഗവാൻ എത്ര കാരുണ്യവാനാണെന്നുള്ള ആ തത്വത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നർത്ഥം. അപ്പോൾ ഏതൊക്കെ അസുരന്മാർ ഭഗവാനോട് സമ്പർക്കം ഉണ്ടായി അവിടെ സംഘദോഷവും സമ്പർക്കദോഷവും എല്ലാം ഉണ്ടാകുക. നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ ഭഗവാന്റെ ഇത്തരത്തിലുള്ള ഏത് കഥാഭാഗം എടുത്ത് ചിന്തിച്ചാലും ഭഗവാനുമായിട്ട് ഏതൊക്കെ അസുരന്മാർക്ക് സമ്പർക്കം ഉണ്ടായിട്ടുള്ളോ അവർക്ക് ഒരിക്കലും സമ്പർക്കദോഷമല്ല ഉണ്ടായത്, നേരെ തിരിച്ച് മോക്ഷമാണ് സംഭവിച്ചത്. മോക്ഷമാർഗം തെളിയുക ചെയ്തത്. അപ്പോൾ ഈശ്വരനുമായിട്ട് ഏതൊക്കെ തരത്തിൽ സമ്പർക്കം ഉണ്ടാകുന്നോ അവർക്കൊക്കെ മോക്ഷം സിദ്ധിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അത് മറ്റ് ജീവജാലങ്ങൾക്ക് പോലും സംഭവിക്കുന്നതായിട്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട നൃഗരാജാവിൻ്റെ കഥയൊക്കെ എടുത്താലും ഓന്തായിട്ടിരിക്കുന്ന ആൾക്ക് പോലും മോക്ഷത്തിലേക്കാണ് കൊണ്ടുപോകും. അതായത് ഉയർന്ന നിലയിലേക്ക് എത്തുള്ളൂ എപ്പോഴും ഭഗവാനുമായിട്ട്. ഊർധ്വം ഗച്ഛന്തി സത്വസ എന്ന് പറയുമ്പോൾ ആ സത്വസ്വരൂപനായിരിക്കുന്ന ഭഗവാനുമായിട്ട് ബന്ധം അസുരന്മാർക്കുണ്ടായാൽ പോലും അവർക്ക് സമ്പർക്കദോഷവും സംഘദോഷവും ഭൗതിക ദോഷങ്ങളല്ല ദുഃഖമെല്ലാം ഉണ്ടാകുക. അവർക്ക് മോക്ഷത്തിലേക്കാണ് വഴി തുറക്കുക എന്നത് വസ്തുതയാണ്. അതാണ് നമ്മൾ താത്വികമായിട്ട് ഭഗവാന്റെ കഥകൾ പഠിക്കുമ്പോൾ തിരിച്ചറിയേണ്ടത്. ഇതാണ് ധ്യാനത്തിലെടുക്കേണ്ടത്. ഇത്തരത്തിൽ ചിന്തിച്ച് ഒരു കഥാശകലം എടുത്തിട്ട് ചിന്തിച്ചാൽ അതിൽ നിന്ന് നമുക്ക് സമാധാനം തന്നെ ഉണ്ടാകും. സമാവസ്ഥയെ ആധാനം ചെയ്യുന്നതിനാണ് സമാധാനം അഥവാ സമാധി എന്ന് പറയുക. എനിക്ക് സമാധാനം വേണമെന്ന് പറയുമ്പം ഈ 3 വാക്കിൽ തന്നെ സമാധാനം ഉണ്ടല്ലോ. അതിലെനിക്ക് വേണമെന്നുള്ള സ്വാർത്ഥത വിട്ടാൽ പിന്നെ സമാധാനം മാത്രമേ നിലനിൽക്കൂ. ഈ സ്വാർത്ഥതയാണ് നമുക്ക് സമാധാനം നഷ്ടപ്പെടുത്താൻ എനിക്ക് എൻ്റെ നിൻ്റെ എന്നുള്ള ഭാവമാണ് നമ്മളെ യഥാർത്ഥത്തിൽ ബന്ധനത്തിൽപ്പെടുന്നത്. അതിൽ നിന്നാണ് സമ്പർക്കദോഷവും ഈ ബന്ധനങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിൽ നിന്നാണ്. അതുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചാൽ യഥാർത്ഥ ധ്യാനത്തിലേക്ക് എത്തും. അതിൽ നിന്ന് നമുക്ക് സമാധി അവസ്ഥയിലേക്ക് തന്നെ എത്താൻ സാധിക്കും. ഇനി ഇതിന് എളുപ്പമാർഗം ഹംസയോഗ ഉപാസകർ വിദ്യ പരിശീലിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അകൃത്രിമമായിരിക്കുന്ന പ്രണവധ്വനി കേൾക്കുമെന്ന് നാം കണ്ടു. ഇതാണ് അനാഹതനാദം. ഇതൊക്കെ ധ്യാനത്തിൻ്റെ ആ സമാധി അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ബ്രഹ്മനാദമൊക്കെ കേൾക്കാനിടവരിക. നമ്മൾ സാധാരണ നിലയിൽ ചെവി രണ്ടും അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ശബ്ദം കേൾക്കും. അത് ചീവീടിൻ്റെ ശബ്ദമാണ്. നമ്മളൊരു വനത്തിൽ പോയിരുന്നിട്ട് ധ്യാനിക്കാനിരിക്കുകയാണെങ്കിൽ ആ പരിസരത്തുണ്ടാകുന്ന ശബ്ദം ആയിരിക്കും കേൾക്കുക. അതാണ് പ്രകൃതിദത്തമായിട്ടുള്ള അകൃത്രിമമായ ശബ്ദം എന്ന് പറയുന്നത്. കൃത്രിമത ഇല്ലാത്ത ശബ്ദം. അപ്പോൾ പ്രകൃതിയുടെ ശബ്ദമാണ് ഈ ചീവീടിൻ്റെ ശബ്ദം, ഇല്ലേ മറ്റ് ജീവജാലങ്ങളുടെ ശബ്ദം. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ധ്വനി നടക്കുന്നുണ്ട് അറിയാതെ. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ശക്തിയെപ്പറ്റി ഓങ്കാരത്തിൻ്റെ 4ാം അവസ്ഥയിൽ തുര്യാവസ്ഥയിൽ ധ്യാനിക്കാനൊക്കെ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലുള്ള ശബ്ദത്തിൻ്റെ ധ്വനിയൊക്കെ നമുക്ക് കേൾക്കാൻ തുടങ്ങുക. അത് കുറേയധികം പരിശീലിച്ചാൽ അത്രമാത്രം യോഗാവസ്ഥയിലെത്തിയവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ.
ഇതിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പം നമ്മൾ പ്രാണായാമം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, നാഡീശുദ്ധി പ്രാണായാമത്തിന് ഇരിക്കുമ്പോൾ നമ്മൾ സഹസ്രനാമോ ഇല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും മന്ത്രങ്ങളോ, പ്രത്യേകിച്ച് സംസ്കൃത പദങ്ങൾ, അതായത് ഒന്നുകിൽ വിഷ്ണു സഹസ്രനാമം ഇല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ജപിക്കാം. ഇല്ലെങ്കിൽ നാരായണത്തിൻ്റെ 1-2 ദശകം വായിക്കുക, ഇല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ 1-2 അധ്യായം വായിക്കുക. ഈ സംസ്കൃത പദങ്ങൾക്ക് ശക്തി പ്രത്യേകമുണ്ട്. നാദബ്രഹ്മത്തെ, നമ്മുടെ സ്വനപേടകത്തെ തുറന്ന് ശബ്ദ തരംഗത്തെ പ്രതിധ്വനിപ്പിക്കാനുള്ള ശക്തി, ഇല്ലെങ്കിൽ ആ ശബ്ദ തരംഗങ്ങളെ കൊണ്ട് നമ്മുടെ തുറക്കാതെ കിടക്കുന്ന സെല്ലുകളെയൊക്കെ തുറക്കാനുള്ള ശക്തിയുണ്ട് അർത്ഥം. അതുകൊണ്ട് ആ ജപം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം മൗനമായിട്ടിരിക്കുക, ചിന്മുദ്രയിലിരിക്കുക, കണ്ണുകൾ അടച്ചിരിക്കുക, നമ്മുടെ ശ്വാസഗതിയെ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് ധ്യാനം തുടങ്ങാനുള്ള ഏറ്റവും എളുപ്പം. സാക്ഷിഭാവത്തിൽ നമ്മുടെ ശരീരത്തിലൂടെ വന്നു പോകുന്ന പ്രാണൻ, അത് യാതൊരു ഫോഴ്സും, പ്രത്യേകമായിട്ട് ശ്വാസം എടുക്കുകയോ വിടുകയോ യാതൊരു ഫോഴ്സും ഇല്ലാതെ സാധാരണഗതിയിൽ നമ്മൾ എടുക്കുന്ന ശ്വാസം വന്നു പോകുന്നിട്ട് എവിടെയോ പോയിട്ട് തട്ടിയിട്ട് തിരിച്ചു വരുന്നതായിട്ട് സാക്ഷിഭാവത്തിൽ സങ്കല്പിച്ച് ധ്യാനിക്കാനിരിക്കണം. അത് സാക്ഷിഭാവത്തിൽ വീക്ഷിക്കുക മാത്രമേ ആവുള്ളൂ. അപ്പോൾ അത് കുറച്ച് ദിവസം ശീലമായാൽ പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ സകല സ്പന്ദനങ്ങളും നമ്മൾ അറിയാൻ തുടങ്ങും ഈ ധ്യാനത്തിൽ തന്നെ. ഹൃദയത്തിൻ്റെ ഇടിപ്പായിക്കോട്ടെ, വിരലിൻ്റെ അറ്റത്ത് വരെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ എത്തുന്നതൊക്കെ, ആ സ്പന്ദനമൊക്കെ ശരിക്കും നമുക്ക് മൈന്യൂട്ടായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ 2 കാലിലും ബാലൻസ് ചെയ്തുകൊണ്ട് തൊഴുതു പിടിച്ച് നിൽക്കുന്ന ആ സമയത്ത് പോലും നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് പോലും 2 പാദങ്ങളിൽ വേരിയേഷൻസോട് കൂടി തന്നെ ഒരേപോലെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള സംഗതിയാണ്. അത്രമാത്രം ധ്യാനാവസ്ഥയിലേക്ക് പോകുമ്പോഴേ നമ്മുടെ ശരീരത്തെയാണല്ലോ നമ്മൾ ആദ്യം, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യം അറിയേണ്ടത്. അപ്പോഴേ ബാഹ്യമായ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും. അപ്പം അങ്ങനെ മൈന്യൂട്ടായിട്ട് സാക്ഷിഭാവത്തിൽ വീക്ഷിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു പരമകാഷ്ഠയിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഒരു ശ്വാസം എടുക്കുമ്പോൾ തന്നെ സോ എന്നുള്ള ശബ്ദത്തിലാണ് ശ്വാസം എടുക്കുന്നത്, ഹം എന്ന ശബ്ദത്തിലാണ് ശ്വാസം വിടുന്നത്. ഇത് വളരെ മൈന്യൂട്ടായിട്ടൊരു ശബ്ദം, ധ്വനി നമുക്ക് കേൾക്കാൻ തുടങ്ങും. ഇത് തുര്യാവസ്ഥയിലേ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ബാഹ്യമായ ശബ്ദങ്ങളെയൊക്കെ അറിഞ്ഞ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ശബ്ദങ്ങളും അത് ലയിക്കുന്ന തുര്യാവസ്ഥയിലേക്ക്, പ്രണവമന്ത്രം ജപിച്ചാൽ തന്നെ അത് പോയി ലയിക്കുന്ന ഒരു മൗന അവസ്ഥയുണ്ട്. ഒരു മണിനാദം കേട്ടാൽ അത് പ്രകൃതിയിലേക്ക് പോയി ലയിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് നാദബ്രഹ്മത്തിൻ്റെ ലയം, അഥവാ ഈ പ്രണവമന്ത്രത്തിൻ്റെ 4ാമത്തെ മാത്ര പ്രകൃതിയിലേക്കുള്ള ലയം എന്ന് പറയുന്നത്. ഇതിനെയാണ് മകാരം, അതായത് സുഷുപ്തി, സമാധി അവസ്ഥ എന്ന് പറയുന്നത്. ഇത് പ്രണവമന്ത്രത്തിൽ അകാരം, മുകാര, മകാരത്തെ പറയുമ്പോൾ മകാരം കൊണ്ടാണ് ഇത് സാധിക്കുക. ആ മകാരം ശബ്ദതരംഗം പോയിട്ട് ലയിച്ചില്ലാതെയാകുന്ന അവസ്ഥയാണ് തുര്യാവസ്ഥ, 4ാമത്തെ അവസ്ഥ. ഇതാണ് ഇതിൽ ധ്യാനിക്കുമ്പം ഭ്രൂമധ്യത്തിലാണ്, ഹൃദയപത്മത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് പറയുമ്പം നമ്മൾ ഭൗതിക തലത്തിൽ ചിന്തിക്കുമ്പോഴൊക്കെ നമ്മളെ പമ്പ് ചെയ്യുന്ന ഹൃദയത്തെയാണ് എല്ലാവരും ഹൃദയ ഗുഹയായിട്ട് കാണുക. ശരിക്കും അതല്ല എന്ന് ഭഗവാൻ ഇവിടെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ആജ്ഞാചക്രത്തിൻ്റെ മധ്യത്തിലാണ്, ബിന്ദു മാത്രയായിട്ടാണ് ഭഗവാന്റെ ജീവചൈതന്യം നമ്മളിൽ ജീവാത്മാവായിട്ട് നിലനിൽക്കുന്നത്. അത് ഭൗതികർക്കും സ്വീകാര്യമായ ഹൃദയപത്മമാണ് പമ്പ് ചെയ്യുന്ന ഹൃദയം. അതല്ല ഇവിടെ ഹൃദയപത്മമായിട്ട് ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഭ്രൂമധ്യത്തിൻ്റെ അന്തർഭാഗത്ത് മനോചംക്രമണത്തിൻ്റെ കേന്ദ്രമായ ഒരു ബിന്ദുവുണ്ട്. അതാണ് ഹൃദയസ്ഥാനം എന്ന് പറയുന്നത്. ഇതാണ് യോഗികൾക്ക് സ്വീകാര്യമായ ഹൃദയപത്മം. ഈ ഹൃദയപത്മം 2 ദളങ്ങളോട് കൂടിയതാണ്. ഈ ദളപത്മം 2 ദളങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപമ കൊണ്ടുവന്നിരിക്കുന്നത്, ശബരിമലയിൽ ശാസ്താവ് കുന്തിച്ചിരിക്കുന്ന ഭാവത്തിൽ 2 കാലും ചേർത്ത് വെച്ചുകൊണ്ട് ബന്ധസ്ഥനായിട്ടാണ് ഇരിക്കുന്നത്. അതിൽ 2 ദളമുള്ള പത്മത്തിൻ്റെ ഭാവത്തിലാണ് ശാസ്താവ് ധ്യാനത്തിലിരിക്കുന്നത് എന്ന് ഇവിടെ വ്യാഖ്യാതാവ് പ്രത്യേകം ഉദാഹരണ സഹിതം പറയുന്നുണ്ട്. അതുകൊണ്ട് ആ പീഠത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. താഴെയുള്ള ഭാഗം
പല കാര്യങ്ങളും നമുക്ക് ശബരിമലയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ തന്നെ സ്ഥിതപ്രജ്ഞ ലക്ഷണം 18 തത്വങ്ങൾ ഭഗവാൻ പറയുമ്പം ഈ 18 പടികൾ ഈ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൻ്റെ മുകുടോദാഹരണമായിട്ട് നമുക്ക് 18 പടികളെ കാണാം. 41 ദിവസത്തെ വ്രതം കൊണ്ട് 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അഷ്ടവികാരങ്ങളെ ജയിച്ച് സത്വരജ തമോ ഗുണങ്ങളെ ജയിച്ചാൽ നമ്മുടെ അജ്ഞത മുഴുവൻ അന്ധകാരത്തിൻ്റെ പടിയും മുകളിലേക്ക് കയറിയാൽ 18ാമത്തെ പടി ജ്ഞാനത്തിൻ്റെ പടിയാണ്. മുകളിലാണ് ഈ തത്വമസി എന്ന് എഴുതി വച്ചിരിക്കുന്നത്. അവിടെയാണ് ദിവ്യദർശനം. അപ്പോൾ ഭഗവാൻ അയ്യപ്പൻ ഇരിക്കുന്ന ധ്യാനാവസ്ഥയാണ് ഇവിടെ. ഹൃദയ പത്മദളത്തിൽ നമ്മുടെ ജീവാത്മാവ് ബിന്ദു മാത്രമായിട്ട് ഇരിക്കുന്നത്, അതാണ് ഹൃദയപത്മം എന്ന് സൂചിപ്പിക്കുന്നു. ഈ ഹൃദയപത്മം 2 തലങ്ങളോട് കൂടിയതാണ്. പിന്നെ അതിനെ കൂടുതൽ വിശദീകരിച്ചാൽ താഴെയുള്ള മുഖം അധോമുഖവും മുഖദളവും മുകളിലെ ഭാഗം ഊർധ്വദളവുമാണ്. അധോമുഖദളത്തിന് താമരപ്പൂവിൻ്റെ കേസരങ്ങളിൽ പോലുള്ള 2 കർണികാദളങ്ങളും. അതാണ് യോഗികളുടെ ഹൃദയചക്രത്തിലെ അഷ്ടദള പത്മം എന്ന് പറയുന്നു. ഊർധ്വമുഖദളത്തിന് 16 കർണികാദളങ്ങളുണ്ട്. ഇത് ഷോഡശ കലകളെയാണ് സൂചിപ്പിക്കുന്നത്. ഷോഡശ ദളപത്മത്തിന് ഉപരി ശ്രീചക്ര സ്വരൂപിണിയായിരിക്കുന്ന പര സദാ വിലസിക്കൊണ്ടിരിക്കുന്നു. പര എന്ന് പറയുന്നത് ആ പരമാത്മാവിൻ്റെ ശക്തി. ആഗമങ്ങളിൽ നശിക്കാത്തതെന്തോ ആ ശക്തിയാണ് അവിടെ സദാ വിലസിക്കുന്നു എന്ന് ആഗമങ്ങളിൽ തന്നെ പറയുന്നത്. ആജ്ഞയുടെ തിതിളങ്ങളെ യോഗികൾ 2 പത്മദളങ്ങളായി തന്നെ കണ്ടുകൊണ്ടാണ് ഉപാസിക്കുന്നത്. ഇതിൽ ഊർധ്വമുഖ ഭാഗത്തിന് ആജ്ഞാചക്രമെന്നും അധോമുഖ ഭാഗത്തിന് ആജ്ഞാനേത്രമെന്നും പേരുകൾ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ആജ്ഞാചക്രസ്ഥിതമായിരിക്കുന്ന ഹൃദയപത്മത്തിൻ്റെ തിതള സന്ധിയിൽ അന്തർഭാഗത്തായിക്കൊണ്ട് ഊർധ്വനാഡിയെ അടച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാകുന്നു ഹൃദയഗ്രന്ഥി. ഉപാസകൻ അഭ്യാസത്തിലൂടെ ഈ ഹൃദയഗ്രന്ഥിയെ ഭേദിക്കണം. ഈ ലളിതാ സഹസ്രനാമമൊക്കെ വായിക്കുമ്പം ഈ ആധാരചക്രങ്ങളെ ഭേദിക്കുന്നതിനെ പറ്റി ഓരോ ഘട്ടം ഓരോ ശ്ലോകങ്ങളിലും പറയുന്നുണ്ട്. ഹൃദയഗ്രന്ഥി വിഭേദിനി എന്നൊക്കെ ദേവിയെ സങ്കല്പിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ ജപിക്കുന്നതും കൂടെ ആ വാക്കുകൂടി ശബ്ദം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ പ്രാണനെ ഊർധ്വഗതിയിലേക്ക് ആക്കേണ്ടത് ഇപ്രകാരമാണ്. മൂലാധാരത്തിൽ കിടക്കുന്ന പ്രാണശക്തിയെ ഉയർത്തിക്കൊണ്ടുവന്ന് ഹൃദയകമലത്തിൽ എത്തുമ്പോഴാണ് കുറച്ച് ഭക്തി തുടങ്ങുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നു. അതുവരെ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് അത് ഉയർത്തിക്കൊണ്ട് വരാനോ ഇല്ലേ ശ്രമിച്ചാലും അത് പ്രകൃത്യാ തന്നെ ഉയർന്നു വരും. അപ്പോഴാണ് കുറേശ്ശെ ഈശ്വര വിചാരം ഭക്തിയുടെ ഭാവത്തിൽ ഭഗവാന്റെ 4 വിധത്തിലുള്ള ഭക്തന്മാരുണ്ടെന്ന് പറയുമ്പോൾ അതിൽ ലിസ്റ്റിലൊക്കെ പെടുക ഹൃദയകമലത്തിൽ ഈ ശക്തി എത്തുമ്പോഴാണ്. അപ്പോൾ ദൈവിക സമ്പത്തോടുകൂടി ജനിച്ചവരാണ് ഈ വക കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുക എന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് ഉയർത്തിക്കൊണ്ടുവന്ന പാപരാഹിത്യം വരുമ്പോഴാണ് ഇതൊക്കെ ഈ പരമമായ രഹസ്യത്തെയൊക്കെ അറിയാൻ സാധിക്കുക. അതിനുള്ള അവസരം പോലും യോഗ്യത പോലും കിട്ടുന്നത് പാപരാഹിത്യം വരുന്നവർക്ക്. അതുകൊണ്ട് അർജുനൻ തന്നെ ഗീതയൊക്കെ കേട്ടു, അനുഗീത കേട്ടു. എന്നിട്ടും എപ്പോൾ പക്വത വന്നോ അപ്പോൾ അർജുനൻ തന്നെ ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് എന്താണോ യഥാർത്ഥത്തിൽ പരമരഹസ്യമായിരിക്കുന്നത് അത് അറിയണം എന്ന് അർജുനൻ തന്നെ ആവശ്യപ്പെടുമ്പോഴാണ് ഭഗവാൻ പറയുന്നത്. അല്ലാതെ ആരെങ്കിലും വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ഇതാണ് രഹസ്യം എന്നൊന്നും ആരോടും പറഞ്ഞു കൊടുക്കുന്നില്ല ഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അർഹത എല്ലാവർക്കും ഉണ്ട്, പക്ഷേ യോഗ്യരാകണം നമ്മൾ. അപ്പോഴാണ് ഇതൊക്കെ നമുക്ക് അതിനുള്ള വാതായനങ്ങളൊക്കെ തുറന്നു കിട്ടുമെന്നർത്ഥം. അപ്പോൾ യോഗ പരിശീലകൻ പരിശീലന മധ്യേ സ്വയംഭൂവായിരിക്കുന്ന നാദബ്രഹ്മത്തെ ശ്രവിച്ചു തുടങ്ങും. ആ നാദബ്രഹ്മത്തെ ഇത് സ്വയം പരിവർത്തനം ഉണ്ടാകുമ്പോഴാണ് ഇത് സാധിക്കുക. ഇല്ലേ ഞാൻ കേൾക്കുന്നില്ലോ, ഇത് തുടങ്ങിയ ഉടനെ തന്നെ കേൾക്കുന്നില്ലയോ എന്നതൊക്കെ എക്സൈറ്റ്മെൻറ്റിലേക്കൊന്നും പോയിട്ട് കാര്യമില്ല. എപ്പോൾ നമുക്ക് അത് യോഗ്യത വരുന്നോ അപ്പോഴേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. ആ നാദബ്രഹ്മത്തെ അവൻ അനുസന്ധാനം ചെയ്യാനും ഇടവരും. നാദബ്രഹ്മം സദാ മുകളിലേക്ക് ഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് ഊർധ്വമുഖത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം പ്രാണനും ഊർധ്വഗാമിയായിട്ട് തന്നെ പ്രാണനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അത് വന്നും പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ശാസ്ത്രം എത്താൻ മുകളിലെ പോയി തട്ടിയിട്ടാണ് തിരിച്ചു വരുന്നതെന്ന് നമുക്ക് തന്നെ സാക്ഷിഭാവത്തിൽ വീക്ഷിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം പ്രാണനാദങ്ങൾ ആജ്ഞയിൽ ചെന്ന് തട്ടും. ആജ്ഞാചക്രത്തിൻ്റെ അധോമുഖതളങ്ങളായിരിക്കുന്ന അഷ്ടദള പത്മം വിരിയാത്ത മുട്ടുകൾ പോലെ കൂമ്പി നിൽക്കും. ഇതാണ് വിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന
മുട്ട് താമര ഇടത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്ന താമര മുട്ട് വിഷ്ണുവിൻ്റെ ചതുർബാഹു വിഗ്രഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗുരുവായൂരപ്പൻ്റെ സങ്കല്പത്തിലേക്ക് വന്നാൽ ഭഗവാൻ എന്നെ സമീപിക്കുന്നവർക്ക് സഹസ്രള പത്മാണം വിടർന്ന താമരയാണ് നമുക്ക് നീട്ടി കൈ പിടിച്ചേക്കുന്നത്. ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോ. പക്ഷേ സ്വഭാവം ശുദ്ധീകരിക്കാതെ അത് കൊടുക്കില്ല ആർക്കും. അതാണ് തൊഴുതു മാറൂ എന്ന് ഗുരുവായൂർ ചെല്ലുമ്പം ആ കാവൽക്കാരെ കൊണ്ട് ഭഗവാൻ ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കും. മാറ്റാത്തവരെ ഉന്തി മാറ്റുകയും ചെയ്യും. എത്ര ഉന്തി മാറ്റിയാലും നമ്മുടെ സ്വഭാവം നമ്മൾ മാറും ഇല്ല. എന്നെ കണ്ട് നീ നിൻ്റെ സ്വഭാവം മാറ്റിയിട്ട് വരുമെന്നാണ് ആ ജയവിജയന്മാരെ കൊണ്ട് പറയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്. അപ്പോൾ വെറുതെ തൊഴുതു മാറൂ എന്നല്ല ഭഗവാൻ പറയിപ്പിക്കുന്നത്. എന്നെ തൊഴുത് നിങ്ങൾ സ്വഭാവം മാറ്റിയിട്ട് വരൂ എന്ന് വെച്ചാൽ പാപരാഹിത്യം നേടിയിട്ട് വരൂ. അപ്പോൾ ഈ സഹസ്രള പത്മം വിടർത്തിപ്പിടിച്ചിരിക്കുന്ന താമര നിങ്ങൾക്കുള്ളതാണ്. അതിന് യോഗ്യത നേടിയിട്ട് വരൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ചോദിച്ചാൽ കിട്ടും. പക്ഷെ അതിന് ജീവിതകാലം മുഴുവൻ ദുരാചാരിയായിരുന്നാലും എന്നെ അനന്യമായിട്ട് ശരണം പ്രാപിച്ചാൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്ഷിപ്രം ഭവതി ധർമാത്മാ. ഇവിടെയാണ് നമ്മൾ ഭക്തിയുടെ ആ രഹസ്യമൊക്കെ മനസ്സിലാക്കേണ്ടത്. ഓരോ സങ്കല്പത്തിൽ ഓരോ വിഗ്രഹം പോലും ഏത് ഭാവത്തിലാണ് വർത്തിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതാണ് ഭക്തിയുടെ പരമകാഷ്ഠ എന്ന് പറയുന്നത്. അതായത് കണ്ണു അടച്ചിട്ട് വിഗ്രഹാരാധന നടത്തുക, അന്ധമായി വിശ്വസിക്കുക, അത് കൊണ്ട് യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈശ്വരനെ ഒരിക്കലും വിശ്വസിക്കാനുള്ളതല്ല, അത് അനുഭവിച്ചറിയാനുള്ളതാണ്. അവിടെയാണ് ഈ എന്താ പറഞ്ഞേ പ്രാകൃത ഭക്തന്മാരെന്നാണ് പറയുക. ഈ അന്ധവിശ്വാസികളായിട്ട് സത്യം എന്താണെന്ന് അറിയാൻ ശ്രമിക്കാതെ ഈ എന്താ പറഞ്ഞേ കഷ്ടമേ എത്ര നാളോ പരം ചിത്തഭ്രമത്താൽ അലഞ്ഞിടുന്നു എന്ന് മർത്യജന്മം കിട്ടിയിട്ടും നമുക്ക് ഈ അലച്ചിലാണ് വിധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളതിൽ നിന്ന് ഉയരാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പ്രണവത്തിൻ്റെ ആദ്യപദമായിരിക്കുന്ന അകാരം എവിടെ ചെന്ന് തട്ടുമ്പോഴാണ് പൂമട്ട് അല്പം വികസിക്കുന്നതും ആ ക്രിയയാണ് അകാരസ്യ ച ലുപ്തസ്യ എന്ന് 7ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് എന്ന് വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് പ്രണവത്തിൻ്റെ 2ാം പാദമായിരിക്കുന്ന ഉകാരം വികസിച്ചു കൊണ്ടിരിക്കുന്ന പത്മത്തിൽ അലയടിക്കുമ്പോൾ അത് ചേതനാസ്വരൂപമായിട്ട് പൂർണ്ണ വികാസം പ്രാപിക്കും. 3ാം പാദമാകുന്ന മകാരം പ്രാണനോടൊപ്പം അഷ്ടതല പത്മത്തിൻ്റെ മധ്യത്തിലുള്ള ഊർധ്വനാഡിയിൽ പ്രവേശിച്ച് ഹൃദയഗ്രന്ഥിയെ പിളർന്ന് ചിതാകാശത്തിലേക്ക് ഗമിക്കും. അതാണ് പ്രപഞ്ച പ്രാണനുമായിട്ട് സഹസ്രാര പത്മം വഴി തുറന്ന് പുറത്തേക്ക് പോവുക. അതോടെ ഉപാസകൻ ധ്യാനത്തിൻ്റെ ഉയർന്ന ഘട്ടമായ സമാധിയിലേക്ക് എത്തുമ്പോൾ ശരീരത്തെ പോലും മറക്കാൻ സാധിക്കും. പ്രണവത്തിൻ്റെ 4ാം പാദമാകുന്ന അർത്ഥമാത്ര അവനെ സമാധിയിലേക്കും തുര്യ അനുഭൂതിയിലേക്കും പ്രാപിക്കും. ഇതിനെയാണ് കോ അർത്ഥ സംപ്രതിപത്യതേ എന്ന് ഭഗവാൻ പറഞ്ഞത് എന്ന വരിയിൽ അവതരിപ്പിക്കുന്നത്. പ്രണവത്തിൻ്റെ അർത്ഥമാകുന്ന പര തന്നെയാണ് അർത്ഥമാത്ര എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്രകാരമുള്ള അകൃത്രിമമായ പ്രണവോപാസന സമ്പ്രദായമാണ് യോഗികൾ യഥാർത്ഥത്തിൽ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഈ സമാധി അവസ്ഥയിലാണ് ഇതിലേക്ക് നമുക്ക് ദേഹബോധത്തെ വിട്ട് ദേഹിബോധത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. ഇത് സാധാരണഗതിയിൽ ഭക്തിയിൽ തന്നെ നമുക്ക് ശരീരത്തിന് അത് നമുക്ക് മനുഷ്യൻ ശ്രദ്ധാമയനാണ്, ശ്രദ്ധിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വിഷയമാണെങ്കിൽ വളരെയധികം ശരീരബോധത്തെ പോലും വിട്ടിട്ട് നമ്മൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കാറില്ലേ? ഇല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു സീരിയലോ സിനിമയോ കണ്ടിരിക്കുമ്പോൾ പരിസരബോധം ഇല്ലാതിരിക്കാറില്ലേ? ഈ അവസ്ഥ നമുക്ക് ഈ ഈശ്വര കാര്യങ്ങളിൽ ഉണ്ടാകണം. ശരീരം പോലും മറന്നിട്ട് നാമം ജപിച്ചിരിക്കാൻ സാധിക്കണം. നമ്മളിപ്പോൾ ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലും ബാക്കി ബന്ധങ്ങളൊക്കെ വിട്ടിട്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുക തന്നെയുള്ളൂ. അപ്പം ഈ ഒരു ഈശ്വര കാര്യങ്ങളിൽ ശ്രദ്ധ കുറയാൻ കാരണം എന്താ? നമ്മൾ ബാഹ്യമായ വിഷയങ്ങളിൽ വ്യവഹരിക്കുന്നതുകൊണ്ട്. അതാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം. അപ്പോൾ ഈ പ്രണവത്തെ ജപിക്കുമ്പോൾ തന്നെ അകൃത്രിമമായ പ്രണവോപാസന വേണം. അതാണ് ശീലിക്കേണ്ടത്. അകൃത്രിമം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വെറുതെ യാന്ത്രികമായിട്ട് ജപിക്കുക. ഓം 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 പറഞ്ഞാൽ ഇത് കൃത്രിമമാണ്. യാന്ത്രികമായിട്ട് ജപിക്കുക, അതുകൊണ്ട് യഥാർത്ഥ ഫലം കിട്ടില്ല. 4 മാത്രമേ ജപിക്കണം എന്നാണ് പറയുക. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളതും ഒരു പ്രണവമന്ത്രം ശരിക്കും ജപിക്കണം എന്നുണ്ടെങ്കിൽ 10 സെക്കൻഡ് വേണം. അതായത് ഒരു ശ്വാസം എടുത്തിട്ട്
പ്രണവമന്ത്രം ഓം എന്നുച്ചരിച്ച് പകുതിയാകുമ്പോൾ ശ്വാസം വായിക്കൂടെ വിടുന്നത് വിട്ടിട്ട് വായ അടച്ചിട്ട് മൂക്കിക്കൂടെ, അതായത് എന്നുള്ള ശബ്ദം, ആ ധ്വനി നമ്മുടെ ബ്രെയിനിലേക്ക് കയറണം. മൂന്നാമത്തെ അവസ്ഥയിൽ നാക്ക് മോണയിൽ മുട്ടിച്ചിട്ട് എന്നുള്ള ശബ്ദം വരണം. അത് അതിൻ്റെ വൈബ്രേഷൻ നാക്കിൻ തുമ്പത്ത് നമുക്ക് മുകളിലേക്കുള്ളത് വൈബ്രേഷൻ തിരിച്ചറിയാൻ സാധിക്കും. ഇത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ ആ പ്രണവമന്ത്രം പോയിട്ട് ലയിക്കുന്ന ഒരവസ്ഥയിൽ കുറച്ച് സെക്കൻഡ് മൗനമായിട്ടിരിക്കണം. ഇങ്ങനെ ഒരു പ്രണവം ജപിക്കാൻ തന്നെ 108 പ്രണവം ഇത്തരത്തിൽ ജപിക്കുക എന്ന് വെച്ചാൽ 18 മിനിറ്റ് എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പ്രണവമന്ത്രം ജപിക്കലാണ് അകൃത്രിമമായ പ്രണവോപാസന എന്ന് പറയുന്നത്. ഈ സമ്പ്രദായമായ യോഗികൾ ശീലിക്കുന്നത്. അപ്പം ഒരു 108 പ്രണവം ഇല്ലെങ്കിൽ ആദ്യം ശീലിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലൊക്കെ 5 പ്രണവം ജപിച്ച് ധ്യാനമന്ത്രം ചൊല്ലാനൊക്കെ ഗീത പഠിപ്പിക്കുമ്പോൾ തന്നെ ധ്യാനം ശീലിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇത് നിങ്ങൾ നാമം ജപിക്കുന്നതിന് മുമ്പും ജപിച്ച് കഴിഞ്ഞാലും ഈ പഞ്ചപ്രണവം ജപിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് ദേവൻ്റെ ആണോ സഹസ്രനാമം ജപിക്കുന്നത് അതിൻ്റെ ധ്യാനമന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം അവസാനിപ്പിക്കാൻ. അപ്പം അത് ഞാൻ നേരിട്ട് തന്നെ ശീലിപ്പിച്ചിട്ടുണ്ട് ഗീതാ സപ്താഹം നടക്കുന്നിടത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അകൃത്രിമമായ പ്രണവാവസാനം പറഞ്ഞാൽ. ഇത് പിന്നെ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 21 പ്രണവം ജപിക്കുക. 10 ഉയർന്ന പിച്ചിലും പിന്നെ 10 താഴ്ന്ന പിച്ചിലും, ഒരെണ്ണം മാക്സിമം ടോപ്പിൽ, അതായത് 10 ജപിച്ച് 11ാമത്തെ പ്രണവം മാക്സിമം പിച്ച്, നമ്മുടെ സൗണ്ട് എത്രമാത്രം എടുക്കാവോ അത്രയും തുറന്ന ശബ്ദത്തിൽ പ്രണവം ജപിക്കണം. പിന്നെ 10 പ്രണവം താഴ്ന്നു വരുന്ന ഒരു ശ്രീകോവിലിൻ്റെ മോഡൽ നമ്മൾ കണ്ടാൽ അതേപോലെ ആയിരിക്കണം. 10 പ്രണവം 11 പ്രണവം മാക്സിമം ഉയർന്നു വരുന്ന പിച്ചിലും 10 താഴ്ന്നു വരുന്ന പിച്ചിലും, എന്നിട്ട് ആ മനസ്സാകുന്ന ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഗുരുവായൂരപ്പൻ്റെ ധ്യാനമന്ത്രം ചൊല്ലിക്കൊണ്ട് ആ വിഗ്രഹത്തെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കണം. ഇതാണ് ശരിക്കും അകൃത്രിമമായ പ്രണവോപാസന, ഭഗവാനെ ധ്യാനിക്കാനുള്ള ഒരവസ്ഥ എന്നർത്ഥം. ഇനി 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്നും കൂടെ നോക്കാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളിപ്പോൾ 7ാമത്തെ ശ്ലോകം തന്നെ 2 ദിവസം എടുത്ത് പറഞ്ഞാലും വേണ്ടില്ല, ഇത് വീണ്ടും വീണ്ടും പറഞ്ഞാലും ഇതങ്ങോട്ട് ശരിക്കും ഉൾക്കൊള്ളാൻ കുറച്ച് വിഷമമുള്ളതാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതേപ്പറ്റി ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്നർത്ഥം. ഗീത കുറച്ചൊക്കെ പഠിച്ചവർക്ക് 6ാം അധ്യായമൊക്കെ ശരിക്കും പഠിച്ചവർക്ക് ധ്യാനം ശീലമൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അവസ്ഥയ്ക്ക് ക്രിയേറ്റ് ചെയ്താലേ നമുക്കിതൊക്കെ ശീലിക്കാനും സാധിക്കും. അതായത് അഷ്ടാംഗയോഗം നിത്യം നൈമിത്യ കർമ്മത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം. നിത്യകർമ്മത്തിൽ നമ്മളത് ശീലിക്കണം എന്നർത്ഥം. ഇനി 8ാമത്തെ ശ്ലോകം. ഗച്ഛൻ തിഷ്ടൻ സദാകാലം വായു സ്വീകരണം പരം സർവകാല പ്രയോഗേന സഹസ്രായുർ ഭവേനര. അതായത് ഉപാസകൻ പ്രധാനമായിട്ട് അഭ്യസിക്കേണ്ടത് സമാധി പരിശീലനമാണ്. ഈ സമാധി പരിശീലനം 2 ഘട്ടങ്ങളായിട്ടാണ് പൂർത്തിയാക്കേണ്ടത്. അതിൽ ആദ്യഘട്ടത്തിന് സഞ്ചാര സമാധി അഥവാ ഉമാദീശ എന്നും, 2ാം ഘട്ടത്തിന് ആരൂഢ സമാധി യോഗാരൂഢനാകുക അഥവാ ശിവദീക്ഷ എന്നും പേരുകളുണ്ട്. സഞ്ചാര സമാധി 12 വർഷക്കാലം പരിശീലിക്കുകയും തുടർന്ന് 16 മാസം കൊണ്ട് ആരൂഢ സമാധി പൂർത്തിയാക്കുകയും ചെയ്യുമ്പോൾ ഉപാസകൻ യോഗാരൂഢനായി തീരുന്നു. നമ്മുടെ രാമായണ ഭാരതാദി ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും കഥാപാത്രങ്ങൾ ഇതുപോലുള്ള സമാധിശീലങ്ങൾ പൂർത്തിയാക്കിയതായിട്ട് ധാരാളം സൂചനകളും കഥകളും പറയുന്നുണ്ട്. അപ്പം 1-2 ദിവസം കൊണ്ട് സാധിക്കേണ്ട കാര്യമല്ല ഈ ഒരൊറ്റ ശ്ലോകത്തിൽ പറയുന്ന കാര്യം. അതിന് 2 ഘട്ടമുണ്ട്. സമാധി എങ്ങനെയാണ് പരിശീലിക്കേണ്ടത്, സമാധി പരിശീലനം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ് ഭഗവാൻ പറയുന്നത്. ഒന്ന് ഉമാദീക്ഷ, 2ാമത്തെ ശിവദീക്ഷ. അതായത് സഞ്ചാര സമാധിയും പിന്നെ ആരൂഢ സമാധിയും എന്നാണ് അർത്ഥമാക്കുന്നത്. സഞ്ചാര സമാധി എത്ര കാലം പരിശീലിക്കണം? 12 വർഷക്കാലം പരിശീലിക്കണം. തുടർന്ന് 16 മാസം കൊണ്ട് ആരൂഢ സമാധി പൂർത്തിയാക്കും. അപ്പോൾ എത്ര മാസമായി? 12 വർഷക്കാലം വേണം സഞ്ചാര സമാധി ശീലിക്കാൻ. പിന്നെ ഒരു 16 മാസവും കൂടെ.
അപ്പോൾ 1.5 വർഷം, അതായത് ഏകദേശം ശ്രീരാമൻ്റെ വനവാസക്കാലം 14 വർഷം എന്നർത്ഥം. 16 മാസം കൊണ്ട് ആരൂഢ സമാധി പൂർത്തിയാക്കുകയും ചെയ്യുമ്പോൾ ഉപാസകൻ യോഗാരൂഢനായി എന്ന് പറയാം. നമ്മുടെ രാമായണ ഭാരതാദി ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഇത്തരത്തിലുള്ള മഹാത്മാക്കളെ അഥവാ കഥാപാത്രങ്ങളെ ഇതുപോലുള്ള സമാധി പരിശീലനങ്ങൾ പൂർത്തിയാക്കിയതായിട്ട് ധാരാളം സൂചനകൾ അഥവാ കഥകളുണ്ട്. രാമ ലക്ഷ്മണന്മാരുടെ 14 വർഷത്തെ വനവാസവും ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ എഴുതി വരുന്നു. അപ്പോൾ മഹായോഗിയായിരിക്കുന്ന മേഘനാഥനെ വധിക്കാനുള്ള ശക്തി ആർജിക്കുവാൻ വേണ്ടിയിട്ട് ലക്ഷ്മണൻ്റെ സദാസമയം വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് ജീവിതവും പഞ്ചപാണ്ഡവന്മാരുടെ 12 കൊല്ലത്തെ വനവാസവും 1 കൊല്ലത്തെ അജ്ഞാതവാസവും എല്ലാം ഇത്തരത്തിലുള്ള സമാധി പരിശീലനങ്ങളുടെ സാഹിത്യപരമായിട്ടുള്ള ബിംബങ്ങളാണ്. സഞ്ചാര സമാധി പരിശീലനങ്ങളുടെ സാഹിത്യപരമായിരിക്കുന്ന ബിംബങ്ങളാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. സഞ്ചാര സമിതി എല്ലാ പ്രവർത്തനങ്ങളോടൊപ്പം കഴിയുന്നതും ഇടവിടാതെ അജപാ ധ്യാനമാകുന്ന പ്രണവോപാസന നടത്തുന്നതും ആരൂഢ സമാധിയിൽ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് ഒരിടത്ത് സ്വസ്ഥമായി വസിച്ചുകൊണ്ട് പ്രാണായാമ ധ്യാനാദികൾ അഭ്യസിക്കുന്നു. ഇവ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ മനസ്സിലാകുമല്ലോ. അപ്പം സാധാരണഗതിയിൽ ഈ യോഗാരൂഢനാകാൻ വേണ്ടി പരിശീലിക്കുന്നവർ 1-2 ദിവസം കൊണ്ടോ ഇല്ലെങ്കിൽ 2-3 മാസമോ യോഗ ക്ലാസ്സിലൊക്കെ പോയിട്ട് കിട്ടുന്ന ഒരു സിദ്ധിയൊന്നും അല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നമ്മളിതൊക്കെ പഠിച്ചിട്ട് പലരും 6 മാസത്തിൽ കൂടുതലൊന്നും ചെയ്യാറില്ല. അപ്പം അത് കൃത്യനിഷ്ഠയോ ഇല്ലെങ്കിൽ ഇതൊക്കെ യോഗ പഠിച്ചോ എന്ന് ചോദിച്ചാൽ പഠിച്ചു, ഇല്ലെങ്കിൽ ആർട്ട് ഓഫ് ലിവിങ്ങിലൊക്കെ പോയിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് 6 മാസം വരെയൊക്കെ ആരംഭ സുഹൃത്തൊക്കെ കാണിച്ചിട്ട് പലരും പലതും ചെയ്യും. പക്ഷേ അതുകൊണ്ടൊന്നും ഈ പറയുന്ന സിദ്ധിയിലേക്കൊന്നും എത്തില്ല. നിത്യം ഉപാസന വേണം. ചുരുങ്ങിയതൊരു 14 വർഷത്തെ ആ നിത്യനൈമിത്യ കർമ്മങ്ങളിൽ ശ്രദ്ധ വേണമെന്നർത്ഥം. അല്ലാതെ ഒരിക്കലും എനിക്കിപ്പോൾ ഇതൊക്കെ തിരിച്ച് അറിഞ്ഞ് പറയാൻ തന്നെ സാധിക്കുന്നത് എനിക്കിപ്പോൾ 22 വർഷമായി. കുറച്ചൊക്കെ ഇതുപോലും ഈ സാധിച്ചതെന്തുകൊണ്ടാണ് പൂർവ്വജന്മത്തിൽ ഈ അയോഗ്യയായിരുന്ന ആ വാസനാബലം കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൻ ബിറ്റ്വീൻ ജീവിതത്തിൻ്റെ ഈ ജന്മത്തിൽ തന്നെ 42 വയസ്സ് വരെ ഞാൻ ഈ യോഗ പരിശീലനം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിരുന്ന ആളല്ല. അപ്പം പെട്ടെന്ന് ക്ലിക്കാകാൻ എന്താ കാരണം? പൂർവാഭ്യസേന തേനൈവ ക്രിയതേഖ്യ വശോവിസ ജിജ്ഞാസുരഭിയോഗസ്യ ശബ്ദ ബ്രഹ്മാതിവർത്തതയെന്ന് ഗീതയിൽ തന്നെ 6-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെ ശ്രേഷ്ഠമായുള്ള കുലത്തിൽ വന്ന് ജനിക്കുകയും പൂർവ്വജന്മാർജിതമായുള്ള വാസന ബലത്താൽ അവൻ ആ യോഗ പരിശീലനം തുടരുകയും ചെയ്യുന്നു. ഈ യോഗമൊക്കെ പരിശീലിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ജന്മത്തിൽ ഇതൊന്നും പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെന്നോർത്തും ആരംഭ ശൂരത്വം കൊണ്ടാണെങ്കിലും കുറച്ചെന്തെങ്കിലും ചെയ്തിട്ട് മരിച്ചാൽ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതവും മുഖതവും ഭയ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് തുടക്കം കുറിച്ചിട്ട് മരിച്ചാലും അടുത്ത ജന്മത്തിൽ ഈ വാസനാബലം കടന്നോളും. അത് ജന്മസിദ്ധമായിട്ട് കടന്നോളും. നമ്മൾ ഭൗതിക കാര്യങ്ങൾ ലഭിക്കുമ്പോഴാണ് ഇതിനൊന്നും സമയമില്ലാന്ന് വന്നിട്ട് ചെയ്യാതെ വിട്ടുപോകുന്നത്. ആരംഭശൂരത്വം കൊണ്ടാണെങ്കിലും അല്പമാത്രമായിട്ട് എന്തെങ്കിലും ശീലിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇത് പഠിക്കാൻ തന്നെ പോണത്. പണ്ടേ കുറച്ചൊരു വാസനാബലം എന്തോ കിടക്കുന്നത് കൊണ്ട് എന്തോ തുടങ്ങി വെച്ചിട്ടുണ്ടാകാം. അത് ഒന്നും പൂർത്തീകരിക്കാൻ സാധിക്കാതെ ഇരുന്ന വാസനാബലം കിടക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ പിന്നാലെ ആദ്യം ഇൻസ്പിറേഷൻ കൊണ്ടാണെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ പഠിക്കും, കുറച്ച് ശീലിക്കും, കുറച്ച് അനുവർത്തിക്കും, പിന്നെ അത് കഴിഞ്ഞ് യോഗഭ്രഷ്ടനാകും. അതൊക്കെ വിട്ടിട്ട് പോകും. എന്നാലും പേടിക്കേണ്ട, അടുത്ത ജന്മത്തെ എൻ്റെ ഭക്തൻ നല്ല കാര്യങ്ങൾ എന്ത് തുടങ്ങി വെച്ചാലും അവനൊരിക്കലും നശിക്കില്ല എന്ന് ഭഗവാൻ ക്ലിയർ കട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അല്പമാത്രമായാലും തുടങ്ങി വെച്ചാൽ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, അടുത്ത ജന്മത്തെ എൻ്റെ ബാക്കി ചെയ്യാം. പക്ഷേ ഭൗതിക കാര്യത്തിലുള്ള പോലെ അല്ല ഈ ആധ്യാത്മിക കാര്യങ്ങളിൽ. അതുകൊണ്ട് 12 വർഷത്തിൽ ഒരംശമെങ്കിലും 12 വർഷം ചെയ്യേണ്ട യോഗ പരിശീലനം കുറച്ചെങ്കിലും തുടങ്ങി വെച്ചാൽ ഈ ജന്മത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും അടുത്ത ജന്മത്തിലേക്ക് അത് നമുക്ക് ക്യാരി ഫോർവേഡ് ആയിക്കോളും. ഭൗതിക സിദ്ധി പോലെ അല്ല ഈ യോഗ പരിശീലനം. അതുകൊണ്ട് 12 കൊല്ലത്തെ വനവാസവും 1 കൊല്ലത്തെ അജ്ഞാതവാസവും എല്ലാം ഇത്തരത്തിലുള്ള പ്രതീകങ്ങളായിട്ടാണ് പുരാണങ്ങളിൽ വിശദീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ തന്നെ 14 വർഷത്തെ വനവാസം എന്ന് ഉദ്ദേശിച്ചത് തന്നെ ഈ രാവണനെ ജയിക്കാൻ. രാവണൻ നിസ്സാര ഉപാസകനൊന്നുമല്ല, 10 പേരുടെ ബുദ്ധിയും യോഗസിദ്ധിയുമാണ് രാവണനുള്ളത്. ശിവനെ ഉപാസിച്ചിട്ട് കിട്ടിയതാ. അത്
നമ്മൾ ഭൗതിക തലത്തിലുള്ള ഇഷ്ടഭോഗങ്ങളുടെ പിന്നാലെ പോയപ്പം അത് ദുർവിനിയോഗം ചെയ്യാനിട വന്നു എന്നുള്ളേ ഉള്ളൂ. ഇത് ഏത് ബ്രഹ്മചാരി ആയാലും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു അധപ്പതനം എങ്ങനെയാണെന്ന് കാണിക്കാം. പക്ഷേ രാവണനെ ഇങ്ങനെ ഒരു ആസുരീഭാവത്തിൽ വർത്തിച്ചിരിക്കുന്ന ശക്തിമാനായിരിക്കുന്ന 10 പേരുടെ ബുദ്ധിയും യോഗസിദ്ധിയുമുള്ള രാവണനെ നശിപ്പിക്കാൻ, രാവണനെ ജയിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ പോലും ഈ ഉമാദീക്ഷയും ശിവദീക്ഷയും എടുത്ത് ശരിക്കും 14 വർഷത്തെ പ്രകൃതി അകൃത്രിമമായ ഉപാസനാ മാർഗത്തിലൂടെ ചെന്നിട്ട് ആ രാമേശ്വരത്ത് പോയിട്ട് ശിവനെ പ്രതിഷ്ഠിച്ചിട്ടാണ് സേതുബന്ധനം പോലും നടത്തുന്നത്. അപ്പോൾ എന്തിനാ നമ്മൾ ഭഗവാന്റെ സാന്നിധ്യം മാത്രം കൊണ്ട് രാവണനെയും കംസനെയും ഒക്കെ പോലെ ആളുകളുടെ അസുരന്മാരെ ഇല്ലാതാക്കരുന്നു. പക്ഷേ മനുഷ്യനെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കഥാശകലം തന്നെ നമ്മുടെ മുമ്പിൽ എത്തിച്ചത്. ഇതേപോലെ മഹാഭാരതത്തിലും പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സാഹിത്യപരമായിട്ട് നമുക്ക് നോക്കുമ്പം അത് കഥാശകലങ്ങളായിട്ട് തോന്നുമെങ്കിലും അത് താത്വികമായിട്ട് ചിന്തിച്ചാൽ ഈ അജ്ഞാതവാസവും ഇത്തരത്തിലുള്ള സമാധി പരിശീലനങ്ങളുടെ സാഹിത്യപരമായ പ്രത്യക്ഷ ബിംബങ്ങളാണെന്ന് മനസ്സിലാകും. സഞ്ചാര സമാധിയിൽ എല്ലാ പ്രവർത്തനങ്ങളോടൊപ്പം കഴിയുന്നതും ഇടവിടാതെ അജപാധ്യാനമാകുന്ന പ്രണവോപാസന നടത്തുന്നു. ആരുടെ സമാധിയിൽ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അവസാനിപ്പിച്ച് ഒരിടത്ത് സ്വസ്ഥമായിട്ടിരുന്നു കൊണ്ട് ആ പ്രണവോപാസന ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഉപാസന എന്ന് പറയുന്നു. ഇനി നമുക്ക് ഉത്തരഗീതയുടെ 8ാമത്തെ സൂത്രത്തിലേക്ക് ഒന്ന് കടക്കാം. ഇപ്പോൾ ആ 8ാമത്തെ സൂത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രം എന്ന് പറയുന്നത്. അത് ശരിക്കും ബ്രഹ്മസൂത്ര. ഉപാസകൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിലനിൽക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം വായുവിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഇപ്രകാരം സദാകാലവും വായുവിനെ സ്വീകരിക്കുന്ന പരമമായിരിക്കുന്ന മാർഗത്തിലും പരമമായ ശ്രദ്ധയിലുമായിരിക്കണം. അതായത് പ്രാണൻ പുറത്തുപോയി നഷ്ടപ്പെടാതെ കേചരി മുദ്രയിൽ നാസാരന്ധ്രങ്ങളിലൂടെ അന്തർമുഖത്തെ ബന്ധിപ്പിച്ച് ആ പ്രാണോപാനന്മാരുടെ ഏകീഭാവമുണ്ടാക്കി അവയെ സദാകാലവും സുഷുമ്നയിൽ ചരിപ്പിച്ചുകൊണ്ട് ഇരിക്കണം. ഈ വിധത്തിലുള്ള സഞ്ചാര സമാധിയിലൂടെ അവൻ സർവകാലവും ജീവിക്കണം. സർവപ്രവൃത്തികളും സഞ്ചാര സമാധി വിടാതെ പ്രണവോപാസന മുടങ്ങാതെ നടത്തിക്കൊള്ളുകയും വേണം. ഇങ്ങനെ ജീവിക്കുന്ന ഉപാസകൻ ആരൂഢ ദൃഢഗാത്രനായിട്ട് 1000 കൊല്ലം ജീവിക്കുന്നതാണ്. അതായിരിക്കും ചിരം ജീവിത്വം എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ആരൂഢ സമാധിയും അഥവാ സഞ്ചാര സമാധിക്ക് ശേഷമാണ് ആരൂഢ സമാധിയിലേക്ക് വരിക. ഇത് ശീലിക്കുന്ന ആൾക്ക് ചിരഞ്ജീവിത്വം ലഭിക്കുന്ന പറയണം. ഇനി ശരീരം ഇതിനിടയ്ക്ക് എത്ര പ്രാവശ്യം മാറിയാലും വേണ്ടില്ല, ഈ 1000 കൊല്ലത്തെ ഇവൻ്റെ യോഗസാധനയുടെ ബലം ഏത് ശരീരം എടുത്തു വന്നാലും ഉണ്ടാവും. ഇത് മാത്രമല്ല, ശരീരത്തെ, ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ശരീരത്തെ തന്നിലേക്ക് എപ്പോൾ വേണമെങ്കിലും അത് പ്രകടമാക്കാനും, ഇച്ഛിക്കുന്ന ഭാവത്തിൽ പ്രകടമാക്കാനും പിന്നീട് അത് പ്രകൃതിയിലേക്ക് ലയിപ്പിക്കാനുമുള്ള ശക്തി ഈ ചിരഞ്ജീവിത്വത്തിനുണ്ടെന്നർത്ഥം. നമ്മളിപ്പോൾ തന്നെ ഞാൻ 500 വർഷമായിട്ട് ജീവിച്ചിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ വിഷമമാണ്. എന്നാൽ ജീവിച്ചിരിക്കുന്ന ആളാണ്. അതിനിടയ്ക്ക് പല പ്രാവശ്യം ശരീരമൊക്കെ എടുത്ത് വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഒരു 500 വർഷത്തെ ആ യോഗസിദ്ധിയും ഇല്ലെങ്കിൽ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഇന്നും ഓർമ്മയിൽ കിട്ടാൻ കാരണം അതാണ്. ഇത് 1000 വർഷത്തെ സിദ്ധിയിലേക്ക് എത്തുമ്പോഴാണ് ഈ 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ഈ സൂത്രം സാക്ഷാത്കരിച്ചാൽ ഇതേപോലെ 1000 വർഷം വീണ്ടും ശരീരത്തെ പ്രത്യക്ഷമാക്കാനും അപ്രത്യക്ഷമാക്കാനും ആകാശമാർക്കൊക്കെ സഞ്ചരിക്കാനും ഒക്കെ സാധിക്കും എന്നാണ് ഈ ഒരൊറ്റ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ആ രോഗ ദൃഢഗാത്രനായിട്ട് ജീവിക്കാം. നമുക്ക് ഏറ്റവും വലിയ ഇപ്പോൾ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആധ്യാത്മിക ദുഃഖങ്ങളിൽ, ഈ പ്രാരാബ്ധങ്ങളിൽ 3 തരത്തിലുള്ള ദുഃഖത്തിൽ ഒന്നാമത്തെ ദുഃഖം എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും ബാധിക്കുന്ന രോഗങ്ങളാണ്. ഇത് അനുഭവിക്കാത്തവരാരുമില്ലല്ലോ. അത് വന്നാൽ അടുത്ത ദുഃഖം തന്നെ വരും, ടെൻഷൻ. അതായത് ശരീരത്തിനും മനസ്സിനും സ്റ്റേബിലിറ്റി, എന്തെങ്കിലും ഒരു തലവേദന, ഒരു ജലദോഷം വന്നാൽ മതിയല്ലോ, നമുക്ക് ശരീരത്തിൻ്റെ സ്റ്റേബിലിറ്റി നഷ്ടപ്പെടും. ആ മനസ്സിൻ്റെ സ്റ്റേബിലിറ്റി നഷ്ടപ്പെടും, ശരീരത്തിൻ്റെ സ്റ്റേബിലിറ്റി. ഇതാണ് ആദിദൈവിക ദുഃഖം എന്ന് പറയുന്നത്. പിന്നെ ഭൗതിക ദുഃഖം എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഈ ജലദോഷമുള്ളവരോ ഇല്ലെങ്കിൽ അങ്ങനെ പടരുന്ന അസുഖമായിട്ട് സമ്പർക്കം ഉണ്ടായാൽ, അതിൽ നിന്ന് ദോഷം ഉണ്ടായാൽ അവർക്കുള്ള രോഗം നമുക്ക് പകരും. ഇങ്ങനെ 3 തരത്തിലാണ് നമുക്ക് ദുഃഖങ്ങൾ വന്നുകൊണ്ടിരിക്കണേ.
ഇത് അരോഗദൃഢഗാത്രനാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം രോഗങ്ങളാണ്. അപ്പം ഈ ഒരു സിദ്ധി നേടിക്കഴിഞ്ഞാൽ രോഗമുക്തിയാണ് ഏറ്റവും വലിയ ഫലം. ആ രോഗദൃഢഗാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 1000 ജീവിച്ചിരുന്നാൽ തന്നെ അവൻ ശരീരം ത്യജിച്ചാലും ശരീരബോധത്തെ വിട്ട് ആത്മബോധത്തിൽ നിന്നുകൊണ്ട് ശരീരം ഇഷ്ടമുള്ളപ്പോൾ ത്യജിക്കാൻ സാധിക്കും, വീണ്ടും അതേപോലെ ശരീരം സ്വീകരിക്കാൻ സാധിക്കും. അതും കിട്ടുന്ന ശരീരം രോഗത്തെ ബാധിക്കാതായിരിക്കുകയും അതുകൊണ്ട് അത് പ്രകൃതിയിലേക്ക് ലയിപ്പിക്കാനും തിരിച്ചെടുക്കാനും ഒക്കെ സിദ്ധി ഈ ചിരഞ്ജീവിത്വത്തിനുണ്ടാകുമെന്നർത്ഥം. അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ഈ ക്രിയായോഗ ഭഗവാൻ പറഞ്ഞത് അതേപടി അനുസരിച്ച് സിദ്ധി നേടിയ ഒരാളാണ് മഹാവതാർ ബാബാജി എന്ന് പറയുന്നത്. ക്രിയായോഗയുടെ ഉപജ്ഞാതാവാണ്. ഈ ക്രിയായോഗയാണ് അദ്ദേഹം പരിശീലിപ്പിക്കുന്നതും എന്ന് നമ്മൾ അറിയുക. അദ്ദേഹം 2000 വർഷമായിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ആവശ്യമുള്ളപ്പം പ്രത്യക്ഷപ്പെടുകയും എവിടെ വേണമെങ്കിലും അതുപോലുള്ള ഉപാസകന്മാർക്ക് പ്രത്യക്ഷമാകുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കേരളത്തിലുള്ള 1-2 യോഗികൾ പോലും 2-3 യോഗികളെ എൻ്റെ പരിചയത്തിൽ തന്നെ നേരിട്ട് പരിചയമുള്ളവരും ഉണ്ട്. 2 പേര്, ഒരാളെ അല്ലാതെ നമുക്കല്ലാതെ ചിരപരിചിതമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ചിരജീവിത്വം സിദ്ധിച്ച ആരോഗ്യ ദൃഢഗാത്രന്മാരായിട്ടുള്ള യോഗികൾ ഇന്നും ഭാരതവർഷത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഏറ്റവും വലിയ പ്രമാണമായിട്ട് നമുക്കെടുക്കാം എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലെ യോഗസിദ്ധി നേടിയവർ ഈ യോഗ പരിശീലനം കൊണ്ട് തന്നെ സാധിച്ചവരുണ്ട്. ഇതേപ്പറ്റി കൂടുതൽ അടുത്ത ദിവസം നമുക്ക് ഈ ശ്ലോകം വീണ്ടും വ്യാഖ്യാനിക്കാം. എല്ലാവർക്കും നമസ്കാരം.